ഇനി പുറത്തൂടെ കുഞ്ഞുങ്ങളെ, പുറത്തൂടെ. ഈ നാളിൽ തനിക്ക് ഉദയനും ചാപ്പനും ആ കോട്ടയിൽ നിന്ന് തടിതപ്പി പോന്നേ ഉള്ളൂ. ഒരിക്കൽ പയ്യാമ്പള്ളി കണ്ടു, ശുദ്ധനായ കണ്ണവ തേനാലിക്ക് അത് കഴിഞ്ഞില്ല. നാടിന് വേണ്ടപ്പെട്ട ഒരു മനുഷ്യനെ കൂടി പുന്നാപുരം കോട്ട കൊന്നു. എന്തെല്ലാം കഥകളാണ് കേൾക്കുന്നത്. എത്ര കന്യകമാരെയാണ് നാടായ നാട്ടിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടുപോയി കേളുമൂപ്പൻ മാനഭംഗപ്പെടുത്തിയിരിക്കുന്നത്. അനുസരിക്കില്ല അല്ലേ? നാളേക്ക് നിന്നിവിടെ കാണുക. ഈ നാട് കൃതി പിടിക്കണമോ പുന്നാപുരം കോട്ട നശിക്കണം. ആ കേളുമൂപ്പൻ ഒടുക്കണം. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി വാളെടുക്കുന്നവർക്ക് ആ കോട്ടയിലെ കൊള്ളതായ്മ കണ്ടു നിൽക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും വാൾമുനയിൽ തീർക്കുന്നത് കഷ്ടം തന്നെ. എങ്കിലും ഓരോന്ന് കേൾക്കുമ്പോൾ ഈ നാട്ടുകാരന്റെ മുഖത്ത് നോക്കി ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ആളുമൊരു മൂത്ത നമ്പ്യാര് പുന്നാപുരത്തെത്തി ഈ കുടുംബത്തെല്ലാം ഒരു അറുതി വരുത്താൻ ഭാവമുണ്ടോ എന്ന്. ഏതിനും ഞാനൊന്ന് പോകാൻ തന്നെ ഉറച്ചു. ഒരു അവസാനം കാണണ്ടേ? പാൽക്കഞ്ഞി വിളമ്പട്ടോ, ചെല്ല് കഴിഞ്ഞു മതി. ഓർക്കണം, കേളുമൂപ്പന്റെ എല്ലാ വെല്ലുവിളിക്കും ഇവിടുന്ന് തയ്യാറാവണ്ടേ? വേണം, തയ്യാറാവണം. മന്ത്രവാദം ഉണ്ടെന്നാ കേൾവി. വരുമ്പോലൊക്കെ വരും. ഈശ്വരനുണ്ടല്ലോ. ആ ബാലയും കഞ്ഞിയും മക്കള് കളരിയിൽ പയറ്റി തെളിയണം. പൊരുതുക മാത്രമല്ല, പൊരുത് മരിക്കുകയും ചെയ്യും. ബാലൂരെ വലിയ തമ്പുരാന്റെ പൊൻകുടങ്ങളുമല്ലേ. ചൊല്ലി പറഞ്ഞു കൊടുക്കേ, കുട്ടികളൊന്നും വെട്ടട്ടെ. നമുക്കിത് ബ്രഷ് കേട്ടോ. ഇടംപിരി വലംപിരി തക്കം നോക്കി പൂഴിക്കിടക്കും. രൈനോട് കളിക്കും. അതെ അച്ഛാ, രൈരുവിന് വായ്ത്താള ഏറിപ്പോയി. മക്കൾ അറിഞ്ഞില്ലേ, അച്ഛൻ പൊന്നാപുരം കോട്ടയ്ക്ക് പുറപ്പെടുന്നു കേളുമൂപ്പനെ നേരിടാൻ. അമ്മ കരുതിയോ അച്ഛനെ ഞങ്ങൾ പോകാൻ വിടില്ലെന്ന്? അച്ഛൻ എങ്ങും പോകണ്ട. പോകണം മോളെ, പൊന്നാപുരം കോട്ട പൊടി പാറിക്കാതെ പറ്റില്ലെന്നായിരുന്നു. പക്ഷെ ഒന്നുണ്ട്, എണ്ണിത്തൊട്ട് 7 നാൾക്കുള്ളിൽ മടങ്ങി വന്നില്ലെങ്കിൽ ഞങ്ങൾ അവിടെ എത്തും. അത് വേണ്ടി വരില്ല. ആട്ടെ, അച്ഛൻ തിരിച്ചെത്തുമ്പോൾ മോക്ക് എന്താ കൊണ്ടുവരേണ്ടത്? കാളികാവിലെ വേലിക്കണിയാൻ നാദപുരത്ത് അങ്ങാടിയിൽ നിന്നും ഒരു നാഗമാല. മോക്ക് കല്യാണപ്പന്തലിൽ കഴുത്തിലണിയും ചെയ്യാം. കന്നിക്കോ? എനിക്ക് നിനക്ക് കൈക്കരുത്തും കരളുറപ്പുമുള്ള ഒരു പുരുഷനായിക്കോട്ടെ. 1 or 2 ആയിക്കൊള്ളട്ടെ. അപ്പോ കന്നിക്ക് കാതിപ്പൂ, ബാലയ്ക്ക് നാഗമാല, കുഞ്ഞിക്കുട്ടിക്ക് ഒരു കുപ്പ് ചീനപ്പട്ടം. അപ്പൊ നിനക്ക് 6 മുഴം കത്തിയാകും. ഇത് പറയാൻ വയ്ക്കാൻ എന്തുണ്ട് കയ്യിൽ? ഒരിക്കൽ കൂടി എന്നെ ഇരുത്തി
തോറ്റാൽ തറവാട്ടിൽ ചെന്ന് 1000 വരാഹം കൂടി ഞാൻ കൊണ്ടുതരാം. ഇത് സത്യം. വാളും പരിയും പണയം വെച്ച് കളിച്ചു കൊടുത്ത കറവഞ്ചേരി കുറുപ്പിനെ പൊന്നാപുരം പണിക്കകത്ത് കയറ്റില്ല. ആരവിടെ പിടിച്ചോണ്ട് പോയി? ഞാൻ കാല് പിടിച്ച് പറയുകയാണ്, കേളുമൂപ്പനോട് ചെന്ന് പറയും എന്നെ ഒരു കളിക്ക് കൂടി ഇരുത്താൻ. 1000 വെള്ളിയുണ്ടോ അകത്ത് കിടക്കാൻ? 1000 കിഴിയുണ്ടോ കെട്ടിവെക്കാൻ? എന്ത് പറഞ്ഞു? ആണും പെണ്ണും കെട്ടവരെ എല്ലാത്തിനെയും ഞാൻ കൊന്നു. വരൂ കുറുപ്പേ, വരൂ വരൂ കുറുവഞ്ചേരി. ഞാനാണ് പാലൂര് മൂത്തു നമ്പിയാരാണ് വിളിക്കുന്നത്. വരൂ. ഒരു കൈ ഇവിടെ ഒന്ന് നോക്കിയിട്ട് വരാം. വേണ്ട വേണ്ട, അതൊക്കെ പിന്നെ ആവാം. വരൂ വരൂ, പറയട്ടെ. വരീം കുറുപ്പേ, വരീം കുറുപ്പേ. ഇരുന്നോളി ഇരുന്നോളി. കുറുപ്പ് സമാധാനമായിരിക്കും. കേളുവിനെ ഞാൻ തോൽപ്പിക്കും. കറുവഞ്ചേരിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഈ നമ്പ്യാർ തരും. എന്നെ മാണിക്കോ മാത്രം പോരാ, കേളുവിനെ അടിമയാക്കണം. അടിയാളെല്ലാം തിരയണം, അവളും എടുക്കണം. കാവിലമ്മ കാക്കട്ടെ. രാത്രി ഏറെ ചെന്നു, പോയി കിടക്കി. എനിക്ക് ദൈവം തന്ന തോടെയാണ് നമ്പ്യാര്. പാവം ശുദ്ധൻ, ഒരു കുഞ്ഞിനെ പോലെ എത്ര വേഗം പറയും.
എന്താ ബാലെ? അച്ഛൻ വന്നോ? എന്താ എന്താ ബാലെ? എന്താ എന്താ മോളെ? എന്താ എന്താ കന്നി? എന്തോ ബാല എന്താ മോളെ? അച്ഛൻ വന്നു ഇല്ല. എന്താ നിനക്ക് എന്താ മോളെ? ബാലെ കാര്യം പറയും. എനിക്കെന്തോ ഒരാപൽ ശങ്ക. പുലർച്ചയ്ക്ക് പെരുമീൻ കണ്ട് ഞങ്ങൾ പൊന്നാപുരത്തേക്ക് പുറപ്പെടുകയാണമ്മേ. അത് വേണോ മക്കളെ? അച്ഛനെ പിന്നെ അന്വേഷിക്കണ്ടേ അമ്മേ? ഞങ്ങൾ പോകാൻ തീർച്ചപ്പെടുത്തിയമ്മേ. നിനക്കഷ്ടം പറഞ്ഞിരുന്ന നാഗമാണ് പോലെ കന്നി. നിനക്ക് കാതിപ്പോ ആ കർമ്മഞ്ചേരി ചതിച്ച കുട്ടിമക്കളെ ആ കർമ്മഞ്ചേരി തെളിപ്പിടിച്ച് അച്ഛന്റെ ചിറക്കിൽ തുടങ്ങുന്നതിന് മുമ്പ് കത്തിയിരിക്കണം മക്കളെ, കത്തിയിരിക്കണം. എല്ലാവരും കോട്ടയിലെത്തി അവിടെ നടക്കുന്ന അനീതികൾക്ക് അറിഞ്ഞു വരുത്തണം മക്കളെ, അറിഞ്ഞു വരുത്തണം.